ബ്രിട്ടനിൽ ലേബർ പാർട്ടി വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ കീർ സ്റ്റാമർ പ്രധാനമന്ത്രിയാകും. മുൻ പ്രധാനമന്ത്രി ലിസ് ട്രസ് സൗത്ത് വെസ്റ്റ് നോർത്ത് ഫോക്ക് മണ്ഡലത്തിൽ തോറ്റു. ബ്രിട്ടീഷ് പാർലമെന്റിൽ ആദ്യമായി ഒരു മലയാളി എത്തി. ആഷ്ഫോർഡ് മണ്ഡലത്തിലാണ് കോട്ടയം സ്വദേശി സോജൻ ജോസഫ് ജയിച്ചത്. വിവരങ്ങളുമായി സാലി ചേരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. സാലി, ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഋഷി സുനക്കിന്റെ കൺസർവേറ്റീവ് പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും പുതിയ വിശദാംശങ്ങൾ. ധന്യ, ഇപ്പോൾ ബ്രിട്ടനിൽ സമയം രാവിലെ 7:30. ഇന്നത്തെ പ്രഭാതം തീർച്ചയായും അത് ലേബർ പാർട്ടിക്കുള്ളതാണ്. തുടർന്നുള്ള പ്രഭാതങ്ങളും ലേബർ പാർട്ടിക്കുള്ളതാണ് എന്നതാണ് വാസ്തവം. 409 സീറ്റുകൾ ഇപ്പോൾ ലേബർ പാർട്ടി പൂർണ്ണമായി കൈയടക്കി കഴിഞ്ഞു. ഇനിയും സീറ്റുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. 650 സീറ്റുകളാണ് ബ്രിട്ടീഷ് പാർലമെന്റിൽ ആകെയുള്ളത്. ഇതിൽ 641 സീറ്റുകളും എണ്ണിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ സീറ്റ് നില ലേബർ പാർട്ടി 409, കൺസർവേറ്റീവ് പാർട്ടി 120, ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി 71 എന്നിങ്ങനെയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനമായി ലേബർ പാർട്ടിയുടെ തലവൻ കീർ സ്റ്റാമറിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. ഞങ്ങൾ ഇതാ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, പുതിയ പ്രഭാതം വിടർന്നിരിക്കുന്നു, മാറ്റം ഇവിടെ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് കീർ സ്റ്റാമറിന്റെ പ്രതികരണം. എന്നാൽ ഇതേസമയം കൺസർവേറ്റീവ് പാർട്ടിയുടെ പ്രതികരണമായി വന്നിരിക്കുന്നത്, ഞങ്ങൾ ഇപ്പോൾ പരാജയം അംഗീകരിച്ചിരിക്കുന്നു. ഋഷി സുനക്ക് ഇതിനകം തന്നെ കീർ സ്റ്റാമറിനെ വിളിച്ച് നേരിട്ട് അഭിനന്ദനം അറിയിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇതാണ് നിലവിൽ ഏറ്റവും അവസാനമായി നമുക്ക് ബ്രിട്ടനിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് മുൻ പ്രധാനമന്ത്രി ലിസ് ട്രസിന്റെ തോൽവിയാണ്. മുൻ പ്രധാനമന്ത്രിയാണ്. കൺസർവേറ്റീവ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് ലിസ് ട്രസ്. മാത്രമല്ല മറ്റൊരു മലയാളി, ചരിത്രത്തിൽ ആദ്യമായി ഒരു മലയാളി ബ്രിട്ടീഷ് പാർലമെന്റിൽ എത്തിയിരിക്കുന്നു. കോട്ടയം സ്വദേശിയായ സോജൻ ജോസഫാണ് ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായിരിക്കുന്നത്. ആഷ്ഫോർഡ് മണ്ഡലത്തിൽ കൺസർവേറ്റീവ് പാർട്ടി സ്ഥാനാർത്ഥിയായാണ് അദ്ദേഹം മത്സരിച്ച് ജയിച്ചിരിക്കുന്നത്. ബ്രിട്ടനിൽ പ്രവർത്തിക്കുന്ന മെന്റൽ ഹെൽത്ത് നഴ്സാണ് സോജൻ ജോസഫ്. ധന്യ. സാലി, ഇവിടെ ഒരു ഭരണമാറ്റം എന്നതിനപ്പുറത്തേക്ക് വലിയ പരാജയം, കനത്ത പരാജയം നേരിട്ടു എന്നുള്ളതാണ്. നേരത്തെ സാലി സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസർവേറ്റീവ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ വരെ പല മണ്ഡലങ്ങളിലും തോൽക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് സ്വാഭാവികമായിട്ടും കാരണമായത് പ്രചാരണ സമയത്തൊക്കെ ഉണ്ടായിരുന്ന ഏറെ ചർച്ചയായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി, കുടിയേറ്റം, ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ, അങ്ങനെ മുഖ്യ വിഷയങ്ങളായി ചർച്ചയായിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. അത് വലിയ തിരിച്ചടിയാകുന്നു. അത് കൺസർവേറ്റീവ് പാർട്ടിക്ക് എവിടെയാണ് കൃത്യമായിട്ട് പാളിയത് എന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തലുകൾ. കൺസർവേറ്റീവ് പാർട്ടിയുടെ നില എവിടെയാണ് എന്നതിൽ തന്നെ ചോദ്യമുയരുന്ന ഒരു ഫലമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം മധ്യ ഇടത് നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് ലിബറൽ പാർട്ടി. അതേസമയം മധ്യ വലത് നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് കൺസർവേറ്റീവ് പാർട്ടി. പക്ഷേ വലത് നിലപാടിൽ തന്നെ കൂടുതൽ തീവ്രമായ നിലപാട് സ്വീകരിക്കുന്ന പുതിയ പാർട്ടി അവിടെ ഉദയം കൊണ്ടിരിക്കുന്നു. അതാണ് നൈജൽ ഫരാജിന്റെ UK റിഫോം എന്ന പാർട്ടി. ഈ പാർട്ടിയിലേക്ക് വലത് വോട്ടുകൾ ഒന്നാകെ ഒഴുകുന്നു. മധ്യ ഇടത് വോട്ടുകൾ കൂടുതലായി ലേബർ പാർട്ടിയിലേക്ക് വരുന്നു. ഇങ്ങനെയൊരു ദ്വന്ദ്വത്തിലേക്ക് ബ്രിട്ടീഷ് തെരഞ്ഞെടുപ്പ് മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കൺസർവേറ്റീവ് പാർട്ടി തുടർന്ന് എങ്ങനെ മുന്നോട്ട് പോകും എന്നത് വളരെയധികം ശ്രദ്ധയോടെ നിരീക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ധന്യ. ഇവിടെ ഋഷി സുനക്കിന് റിച്ച്മണ്ടിൽ സീറ്റ് നിലനിർത്താനായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾക്കാർക്കും, കൺസർവേറ്റീവ് നേതാക്കൾക്കാർക്കും തന്നെ ഇത് നിലനിർത്താൻ സാധിച്ചില്ല എന്നുള്ളത് കൺസർവേറ്റീവ് പാർട്ടിയെ സംബന്ധിച്ച് ഇനിയുള്ള കാലങ്ങളിൽ അത് എത്ര വലിയ തിരിച്ചടിയായിരിക്കും മുന്നോട്ട്. തുടർന്ന് അങ്ങോട്ടും വലിയ തോതിൽ തിരിച്ചടിയാകുന്ന ഒരു ഫലമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. മുൻ ഡിഫൻസ് സെക്രട്ടറി ഗ്രാൻഡ് ഷെപ്സ്, ജേക്കബ് റെസ്മോഗ്, പെന്നി മോർഡന്റ്, അങ്ങനെ കൺസർവേറ്റീവ് പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട മുഖങ്ങൾ തന്നെ തോറ്റവരുടെ പട്ടികയിലുണ്ട് എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളടക്കം തോൽക്കുന്നതിലേക്ക് നയിച്ചത് ഈ തരത്തിലുള്ള പ്രതിസന്ധികളാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ 3 പ്രതിസന്ധികൾ. കൺസർവേറ്റീവ് പാർട്ടിക്ക് വലിയ തോതിൽ അതിനെ നേരിടാൻ സാധിച്ചിരുന്നില്ല. സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുന്നതിന് മുമ്പ് തന്നെ വോട്ടെടുപ്പ് നടത്തി ഒരു നിലഭദ്ര
അടിയന്തരമാക്കാനുള്ള ശ്രമമായിരുന്നു കൺസർവേറ്റീവ് പാർട്ടി നടത്തിയിരുന്നത് എങ്കിൽ പക്ഷേ അത് പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്നതാണ് നമ്മോട് 14 ഫലം വർഷം പറയുന്നത്. നീണ്ട കൺസർവേറ്റീവ് ഭരണമാണ് അവസാനിപ്പിച്ച് വമ്പൻ ഭൂരിപക്ഷത്തോടെ ലേബർ പാർട്ടി അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി 9 സീറ്റുകൾ കൂടിയാണ് എണ്ണാനുള്ളത്. നന്ദി സാലി.